ഹലോ മക്കളെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. എ ബോൾ ഈസ് ത്രോൺ ഫ്രം എ പോയിന്റ് വിത്ത് എ സ്പീഡ് v0 അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഒരു ബോൾ v0 വെലോസിറ്റിയിൽ തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുന്നു. ഫ്രം ദ സെയിം പോയിന്റ് ആൻഡ് ദ സെയിം ടൈം എ പേഴ്സൺ സ്റ്റാർട്ട്സ് റണ്ണിങ് വിത്ത് എ വെലോസിറ്റി v0/2. അപ്പോൾ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട് ഞാൻ. ഒരാളൊരു ബോൾ ഇതുപോലെ എറിയുക, v0 വെലോസിറ്റിയിൽ തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുന്നു. അതേസമയം ഇയാൾ ഇവിടുന്ന് v0/2 വെലോസിറ്റിയിൽ ഇത് റൺ ചെയ്യുന്നു. അയാൾക്ക് ആ ബോൾ കിട്ടുമില്ലയോ, അതാണ് കണ്ടീഷൻ. അപ്പോൾ ഈ ക്വസ്റ്റൻ ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി. അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിസ്റ്റൻസ് ബൈ ടൈം എടുക്കാം. ഡിസ്റ്റൻസ് ഇവിടെ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈലും ടൈം എന്ന് പറയുന്ന ടൈം ഓഫ് ഫ്ലൈറ്റും ആണ്. അപ്പോൾ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈലും ടൈം ഓഫ് ഫ്ലൈറ്റും കാൽക്കുലേറ്റ് ചെയ്ത് റേഷ്യോ എടുത്താണ് ചെയ്യേണ്ടത്. പക്ഷേ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, ഇയാൾ ഓടേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് തന്നെയായിരിക്കും. ഈ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും നമുക്കറിയാം അല്ലേ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയാ? ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ പേര് v0 cos θ എന്നാണ് അല്ലേ. ആ v0 ആണ് ഇതിന്റെ വെലോസിറ്റി. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് v0 cos θ. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഈ ഓടുന്നയാളുടെ വെലോസിറ്റിയോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആ കണ്ടീഷൻ ഒന്നുകൂടെ പറയാം. ഇവർ പറഞ്ഞിരിക്കുന്നത് v0/2 എന്നാണ് കേട്ടോ. ഈ ഓടുന്നയാളുടെ വെലോസിറ്റിയും പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. രണ്ട് സൈഡിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്യാം. v0 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് cos θ is equal to 1/2 എന്ന് വരും. തീറ്റയുടെ വാല്യൂ 60, cos 60 ആണ് 1/2 അല്ലേ. അപ്പോൾ ഇതൊരു റിയലിസ്റ്റിക് വാല്യൂ അല്ലേ. തീറ്റയ്ക്ക് നമുക്ക് ഒരു വാല്യൂ കിട്ടിയെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കും. അതായത് ഇവിടെ ആൻസർ വരുന്നത് യെസ്, 60 ആയിരിക്കും. 60 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്താൽ ഇയാൾക്ക് ഈ ബോൾ കിട്ടും. v0/2 വെലോസിറ്റിയിൽ റൺ ചെയ്താൽ മതി. ഇനി അയാൾക്ക് കിട്ടില്ലെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഈ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് 1-നേക്കാളും കൂടുതൽ വരും. 1-നേക്കാളും കൂടുതൽ കോസ് തീറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ ബോൾ ഒരിക്കലും അയാൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ബോൾ കിട്ടും. അത് പ്രൊജക്ട് ചെയ്യേണ്ട ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രീസിലായിരിക്കും. ആൻസർ ഇസ് ഓപ്ഷൻ